പ്രിയ ശ്രോതാക്കളെ പ്രണാമം. കാവ്യപ്രതിഭയും ഭാവനാസമ്പന്നതയുടെ ആചാര്യനുമായ വയലാറിനെ ഹസ്തദാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അരനൂറ്റാണ്ടിന് മുൻപേ നമ്മൾ പറന്നെത്തേണ്ടി വരുന്നു. എത്തിയാലും അദ്ദേഹത്തെ കണ്ടെത്തില്ല. കാരണം കാണാത്ത കയങ്ങളിലൂടെ കാവ്യനഭസ്സിൽ മറ്റൊരു നക്ഷത്രമായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. പക്ഷേ ആ മഹാനുഭാവൻ തിരികൊളുത്തിയ കാവ്യഗീതങ്ങൾ ഇന്നും പ്രപഞ്ചകാവ്യനഭസ്സിൽ വിഴി തുറന്നിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കുടിക്കഴിക്കുന്ന ഗാനം നിലയ്ക്കാത്ത ചലനങ്ങൾ എന്ന ചിത്രത്തിലേതാണ്. ഈ ചിത്രത്തിൽ സെക്കൻഡ് ലഫ്റ്റനൻ്റ് കഥാപാത്രമായി ജോണിയെ അവതരിപ്പിക്കുന്നത് മലയാളത്തിലെ അഭിനയ ചക്രവർത്തിയായ സത്യൻ മാസ്റ്ററാണ്. ജോണിയുടെ കാമുകിയായി എത്തുന്ന മേഴ്സി എന്ന കഥാപാത്രത്തിന് സൗന്ദര്യ നിറകുടമായ ജയഭാരതിയാണ്. ശ്രീനഗറിലെ പട്ടാള ജീവിതത്തിൻ്റെ തിരക്കിൽ നിന്ന് വീണ് കിട്ടുന്ന നിമിഷങ്ങൾ തൻ്റെ പ്രിയംവദ മേഴ്സി നാട്ടിൽ വെച്ച് നൽകിയ പ്രണയ ശൃംഗാര സല്ലാപങ്ങളിൽ മുഴുകിയിരിക്കാറുണ്ട് അദ്ദേഹം. ഇതുപോലെ മേഴ്സിയുടെ ഓർമ്മകളിൽ മുഴുകിയിരിക്കുന്ന നായകൻ കാമുകൻ ജോണി തൻ്റെ ഭാവനയിൽ പൗർണമി ചന്ദ്രിക തൊട്ടുണർത്തുന്ന പോലെ തോന്നുകയും അത് തൻ്റെ പ്രിയംവദയുടെ സാന്നിധ്യമായി സങ്കല്പിക്കുകയും ചന്ദ്രികയോടൊപ്പം തൻ്റെ മലയാള മണ്ണിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുന്നതുമാണ് ഈ ഗീതത്തിൻ്റെ പശ്ചാത്തലം. ഈ ഗീതത്തിൽ തൻ്റെ മാനസേശ്വരിയായിട്ടാണ് നിലാവിനെ ശ്രീ ജോണി കാണുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഗാനത്തിന് സ്വരക്കൂട്ട് ചെയ്തിരിക്കുന്നത് ദേവരാജൻ മാസ്റ്ററാണ്. ആലപിച്ചിരിക്കുന്നത് ഭാവഗായകൻ ജയേട്ടനാണ്. ജയേട്ടന് എൻ്റെ സാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പല്ലവിയിലേക്ക് ചുവടുവയ്ക്കാം. നമുക്ക് പല്ലവി നോക്കാം എന്താണെന്ന്. ശ്രീനഗരത്തിലെ ചിത്രവനത്തിലെ ശിശിരമനോഹര ചന്ദ്രികേ. കണ്ടോ, നമ്മൾ ശ്രീനഗരത്തിലേക്കാണ് പോണത്. അവിടെ ചിത്രവനങ്ങളാണ്. വനങ്ങളൊക്കെ ചിത്രം എഴുതിയ പോലെ, ചിത്രത്തിൽ പെയിൻറ്റഡ് ട്രീസാണ്. മരങ്ങളൊക്കെ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള മരങ്ങളാണ് ശ്രീനഗറിൻ്റെ സവിശേഷത. പെയിൻറ്റഡ് ട്രീസായിട്ടാണ് കാണപ്പെടുന്നത്. അവിടെ ശ്രീനഗരത്തിലെ ചിത്രവനത്തിലെ ശിശിര മനോഹര ചന്ദ്രികയെ, ഈ കാലത്തിലെ മേലെ മാനത്ത് പൂത്തു നിൽക്കുന്ന നിലാവേ, നിന്റെ കനകവിമാനത്തിൽ ഞാനൊരു വർണ്ണഭൃംഗമായി പറന്നോട്ടെ. നിലാവേ, ചന്ദ്രികയെ, നിന്റെ സ്വർണ്ണ വിമാനത്തിൽ അല്ലെങ്കിൽ നിന്റെ സ്വർണ്ണരഥത്തിൽ ഞാനൊരു വർണ്ണഭംഗിയുള്ള വണ്ടായി, ഭൃംഗം എന്ന് വെച്ചാൽ വണ്ടാണ്, വണ്ടായി പറന്നോട്ടെ എന്ന് കാമുകൻ പാടുകയാണ്. അപ്പോൾ കാമുകൻ വണ്ടായി കാമുകിയെ അനുഗമിക്കുകയാണ് പല്ലവിയിൽ കവി അവതരിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കാമുകൻ തൻ്റെ കാമുകിക്കൊപ്പം, പ്രിയംവദയ്ക്കൊപ്പം അഴകേറിയ മലയാള നാട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ് പല്ലവിയിൽ കൂടി കവി അവതരിപ്പിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് അനുപല്ലവിയിലേക്കാണ്. അനുപല്ലവിയിൽ നമുക്ക് നോക്കാം എന്താ അനുപല്ലവി എന്ന് പറയുന്നത് നോക്കാം. ഈ തണുപ്പ് കാലത്ത് ജമ്മുവും വേനൽക്കാലത്ത് ശ്രീനഗറുമാണ് ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക തലസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. ഒരിക്കൽ ജവഹർലാൽ നെഹ്റുവിനോട് വിദേശത്തു നിന്ന് എത്തിയ കവി ഈ വൈവിധ്യങ്ങളുടെ നാടായ ഇന്ത്യയിൽ എവിടെയാണ് കവിതകൾ വിരിയിപ്പിക്കാൻ അനുയോജ്യമായ സ്ഥലം എന്ന് ചോദിച്ച മാത്രയിൽ പണ്ഡിറ്റ്ജി പറഞ്ഞത് ഐദർ യു ഗോ ടു കാശ്മീർ ഓർ കേരള എന്ന് പറഞ്ഞത്. കവിതാ സാരണികൾ നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളാണ് കേരളവും കാശ്മീരും. തൻ്റെ പ്രിയംവദയാം പൗർണമി ചന്ദ്രിക ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയാണ് അനുപല്ലവിയിലേക്ക് എത്തുമ്പോൾ. നമുക്കറിയാം
ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറത്താണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് അറബിക്കടലിൻ്റെ സപ്തസ്വരങ്ങൾ ഉണർത്തിക്കൊണ്ടുള്ള നാദഭേരികളും അല്ലേ. അതിൻ്റെ കിഴക്കാണെങ്കിലോ അവിടെ കേരളത്തിൻ്റെ അങ്കലാവണ്യത്തിന് മറപിടിച്ചിരിക്കുന്ന പശ്ചിമഘട്ട മലനിരകളാൽ സമൃദ്ധമായ ഭൂപ്രദേശമായ കേരളത്തിലേക്ക് പ്രിയംവദയുടെ സ്വർണ്ണരഥം എത്തുമ്പോൾ കാമുകന് അനുഭവപ്പെടുന്ന വികാരഭാവങ്ങളെ അനാവരണം ചെയ്യുകയാണ് അനുപല്ലവിയിൽ. നമുക്ക് നോക്കാം എന്താ അനുപല്ലവി എന്ന്. സസ്യശ്യാമള കോമളമാകും സസ്യൻ്റെ താഴ്വരയിൽ. സസ്യശ്യാമള കോമളമാകും, വിവിധ സസ്യങ്ങളാൽ പച്ചപ്പ് നിറഞ്ഞ ശ്യാമള മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ദക്ഷിണ ഭാരതത്തിൻ്റെ അല്ലേ സഖ്യൻ്റെ താഴ്വരയാണ് കേട്ടോ, മറക്കരുത്. ദക്ഷിണ ഭാരതത്തിൻ്റെ ജീവനാഡിയായ പർവ്വതരാജൻ്റെ താഴ്വരയിൽ. സഹ്യൻ പർവ്വതരാജനാണ്. ആ പർവ്വതരാജൻ്റെ താഴ്വരയിൽ അരുവികളും നദികളും ഉണർത്തുന്ന നാദഭേരിയിൽ നീ ചെന്നിറങ്ങുമ്പോൾ നീലപ്പൂങ്കാവുകൾ നിന്നെ പുണരുമ്പോൾ ആകെ തൊടുക്കുമൻ മലയാളത്തിൻ്റെ അഴകൊന്നു കണ്ടോട്ടെ. നീലക്കുറിഞ്ഞിപ്പൂക്കളുടെ പൂങ്കാവുകൾ നിന്നെ പൊതിയുമ്പോൾ മലയാളത്തിൻ്റെ മുഖത്ത് വിരിയുന്ന നാണത്തിൻ്റെ അഴകൊന്ന് ഞാൻ കണ്ടോട്ടെ. ഇവിടെ പ്രകൃതിയുടെ നേത്രങ്ങൾ നിശബ്ദ സാക്ഷിയായി എല്ലാം കാണുന്നുവെന്നും ജീവൻ്റെ സാന്നിധ്യമാണ് പ്രകൃതി എന്നുകൂടി കവി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്ത് രസമാണല്ലേ ഇങ്ങനെ പറയുന്നല്ലേ. നമ്മൾ ഇതുപോലത്തെ ഈ കാവ്യ പ്രതിഭകളുടെ തോളിൽ കൈയിട്ട് നമുക്ക് നടക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ദുഃഖവും പ്രയാസവും മാത്രമേ നമുക്കുള്ളൂ അല്ലേ. ഇനി നമ്മൾ ചരണത്തിലേക്ക് വരികയാണ്. ആക്ച്വലി ചരണത്തിലേക്ക് എത്തുമ്പോൾ ഈ വയലാറ് മഹാകവി കാളിദാസനെയും മഹാകവി കുമാരനാശനെയും തൻ്റെ പ്രണയഗീതങ്ങളിൽ അനുസ്മരിക്കുന്നത് പോലെ ഇവിടെ ചങ്ങമ്പുഴയെ അനുസ്മരിച്ചുകൊണ്ടാണ് ചരണത്തിലേക്ക് ചുവട് വയ്ക്കുന്നത്. സാധാരണ ഈ പുഴക്കടവിൽ അവിവാഹിതരും വിവാഹിതരുമായ യുവതികളൊക്കെ നീരാട്ടിനിറങ്ങുമ്പോൾ അവർ പറയുന്ന കുറേ കിന്നാരങ്ങളുണ്ടാവും. ആ കിന്നാരങ്ങളിലൊക്കെ നമ്മൾ മാറി നിന്ന് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിലെല്ലാം ഒരു ശൃംഗാരഭാവങ്ങൾ ഉണ്ടായിരിക്കും. എന്ത് സ്വാഭാവികമാണത്. അവർ പറയുന്നവരുടെ മോഹങ്ങളൊക്കെ പൂവണിഞ്ഞു, ചിലവരുടെ മോഹങ്ങൾ പൂവണിഞ്ഞിട്ടില്ല, ആ മോഹങ്ങളിലേക്ക് അവർ നോക്കിയിരിക്കുകയാണ്. ഇതിനെല്ലാം കൂടി അവരിങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ അവർ തന്നെ അറിയാതെ അതൊരു കാവ്യമായിട്ട് മാറുന്നുണ്ട് എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ കവി പറയുന്നു, ചങ്ങമ്പുഴയുടെ കവിതകൾ പാടും ശൃംഗാരപ്പുഴക്കടവിൽ. കണ്ടോ, ചങ്ങമ്പുഴയുടെ കവിതകൾ പാടുന്ന ശൃംഗാരപ്പുഴക്കടവിലേക്ക് നീരാട്ടിനിറങ്ങുമ്പോൾ, എൻ്റെ പ്രിയംവദ നീരാട്ടിനിറങ്ങുമ്പോൾ നൂറോളങ്ങൾ നിന്നെ പൊതിയുമ്പോൾ കോരിത്തരിക്കുമൻ മലയാളത്തിൻ്റെ കുളിരിൽ ഞാൻ അലിഞ്ഞോട്ടെ. കണ്ടോ, നീ നീരാട്ടിനിറങ്ങുമ്പോൾ നൂറോളങ്ങൾ നിന്നിങ്ങനെ പൊതിയുമ്പോൾ മലയാളത്തിൻ്റെ ആത്മാവിനെ സ്പർശിക്കുന്ന ആ കുളിരിലേക്ക് അലിഞ്ഞു ചേർന്ന് മനസ്സിനെ പുളകം കൊള്ളിക്കുന്ന ഒരനുഭൂതിയിലേക്ക് ഞാൻ അലിഞ്ഞു ചേരുകയാണ്. തൻ്റെ പ്രിയംവദ തൻ്റെ മാനസേശ്വരി നൽകിയ അനുഭൂതിയിലേക്ക് അലിഞ്ഞു ചേർന്നുകൊണ്ട് ഈ പ്രണയഗീതം ഇവിടെ സമാപിക്കുകയാണ്. നമ്മൾ ചങ്ങമ്പുഴയെക്കുറിച്ച് പ്രതിപാദിച്ചതിൻ്റെ പേരിൽ ചങ്ങമ്പുഴയുടെ ഒരു 4 വരി കാവ്യം നിങ്ങളുടെ സമ്മതത്തോടെ ഇവിടെ ഉദ്ധരിച്ചോട്ടെ. ശ്രദ്ധിക്കണേ. മധുരമാം നിൻ ചിരിതൻ മധുപടലത്തിൽ, അത് വിവർത്തനം ചെയ്യുമ്പോൾ തേനീച്ചകൾ തേനറകളിൽ തേൻ സൂക്ഷിച്ചു വയ്ക്കുന്നത് പോലെ പ്രണയിനിയുടെ പുഞ്ചിരിയിൽ അനന്തമായ പ്രണയത്തിൻ്റെ മധുരമൊളിഞ്ഞിരിപ്പുണ്ട്. ഓ ബ്യൂട്ടിഫുൾ അല്ലേ. പിന്നെ പറയുന്നു, മയങ്ങുമീ മമഹൃദയം മതാലസമായി.
നിൻ്റെ ലഹരി പിടിപ്പിക്കുന്ന സാമീപ്യം എൻ്റെ മനസ്സിൽ ലഹരി നിറയ്ക്കുന്നു. അടുത്തത്, ഇതളുകൾ വിടരും നിൻ നയന ചഷകത്തിൽ ഇത്തിരി കള്ളു കുടിച്ചൻ ഉന്മാദമേറി. അതിൻ്റെ വിവർത്തനം പറയാം. വിടർന്ന ഇതളുകളാൽ ഉള്ള നിൻ്റെ നേത്രത്തിൽ നിന്ന് എന്നിലേക്ക് പകർന്നു തന്ന പ്രണയ വീഞ്ഞു നുകർന്ന് എൻ്റെ ഹൃദയത്തെ നീ ഉന്മത്തമാക്കിയിരിക്കുന്നു. ഇതാണ് കാവ്യം, ഇതാണ് കവിത. സ്ഥൂലമായ ഭാവങ്ങളെ കാണാതെ അതിൽ ഒളിച്ചിരിക്കുന്ന അഴകുള്ള സൂക്ഷ്മതയെ മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ കവി. നമ്മളിന്ന് നിങ്ങൾക്ക് ഞാനിന്ന് നൽകിയ ഈ വിരുന്ന്, ഈ കാവ്യ വിരുന്നിന് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായം കുറിക്കണം. ഏവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഈ ഗാനം ഒന്ന് ആലപിക്കട്ടെ. ഓക്കെ. ശ്രീനഗരത്തിലെ ചിത്രവനത്തിലെ ശിശിരമനോഹര ചന്ദ്രികേ, നിന്റെ കനകവിമാനത്തിൽ ഞാനൊരു വർണ്ണഭൃംഗമായി പറന്നോട്ടെ. ശ്രീനഗരത്തിലെ ചിത്രവനത്തിലെ ശിശിരമനോഹര ചന്ദ്രികേ, നിന്റെ കനകവിമാനത്തിൽ ഞാനൊരു വർണ്ണഭൃംഗമായി പറന്നോട്ടെ. സസ്യശ്യാമള കോമളമാകും സഖ്യൻ്റെ താഴ്വരയിൽ, സസ്യശ്യാമള കോമളമാകും സഖ്യൻ്റെ താഴ്വരയിൽ നീ ചെന്നിറങ്ങുമ്പോൾ നീലപ്പൂങ്കാവുകൾ നിന്നെ പുണരുമ്പോൾ ആകെ തൊടുക്കുമൻ മലയാളത്തിൻ്റെ അഴകൊന്നു കണ്ടോട്ടെ. നീ ചെന്നിറങ്ങുമ്പോൾ നീലപ്പൂങ്കാവുകൾ നിന്നെ പുണരുമ്പോൾ ആകെ തൊടുക്കുമൻ മലയാളത്തിൻ്റെ അഴകൊന്നു കണ്ടോട്ടെ. ശ്രീനഗരത്തിലെ ചിത്രവനത്തിലെ ശിശിരമനോഹര ചന്ദ്രികേ, നിന്റെ കനകവിമാനത്തിൽ ഞാനൊരു വർണ്ണഭൃംഗമായി പറന്നോട്ടെ. ചങ്ങമ്പുഴയുടെ കവിതകൾ പാടും ശൃംഗാരപ്പുഴക്കടവിൽ, ചങ്ങമ്പുഴയുടെ കവിതകൾ പാടും ശൃംഗാരപ്പുഴക്കടവിൽ നീരാട്ടിനിറങ്ങുമ്പോൾ നൂറോളങ്ങൾ നിന്നെ പൊതിയുമ്പോൾ കോരിത്തരിക്കുവൻ മലയാളത്തിൻ്റെ കുളിരിൽ ഞാൻ അലിഞ്ഞോട്ടെ. നീരാട്ടിനിറങ്ങുമ്പോൾ നൂറോളങ്ങൾ നിന്നെ പൊതിയുമ്പോൾ കോരിത്തരിക്കുമൻ മലയാളത്തിൻ്റെ കുളിരിൽ ഞാൻ അലിഞ്ഞോട്ടെ. ശ്രീനഗരത്തിലെ ചിത്രവനത്തിലെ ശിശിരമനോഹര ചന്ദ്രികേ, നിന്റെ കനകവിമാനത്തിൽ ഞാനൊരു വർണ്ണഭൃംഗമായി പറന്നോട്ടെ.